everyone, welcome back to Zala Learning. അഖിലമിസ്സാണ്. സോ യെസ്, നമ്മൾ എല്ലാവരും ഓണം എക്സാമിന് വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ ബേസിക് സയൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് വാട്ടർ ആൻഡ് ലൈഫ് അഥവാ ജലം നിത്യജീവിതത്തിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് റിവൈസ് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. സോ നമുക്കറിയാം വാട്ടർ അഥവാ ജലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഉപയോഗങ്ങളുള്ള, അല്ലെങ്കിൽ അതില്ലെങ്കിൽ വാട്ടർ ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ടായി മാറും എന്ന് നമുക്ക് തന്നെ അറിയാവുന്ന, ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണെന്ന് അറിയാവുന്ന ഒരു സംഭവമാണ് അല്ലെ. അപ്പൊ ആ വാട്ടറിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാവർക്കും, നമ്മൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രമല്ല, ജീവനുള്ള എല്ലാത്തിനും ഈ പറഞ്ഞിട്ടുള്ള വാട്ടറിനെ കൊണ്ട് ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ മനുഷ്യ ശരീരമാണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ഓരോ ഓർഗനും നിങ്ങൾ നോക്കുന്ന സമയത്ത്, നമ്മുടെ തലച്ചോറായിക്കോട്ടെ, നമ്മുടെ ഈ പറയുന്ന കിഡ്നി ആയിക്കോട്ടെ, നമ്മുടെ ഈ പറയുന്ന പേശികളായിക്കോട്ടെ അല്ലെ, അസ്ഥികളായിക്കോട്ടെ, ഹേർട്ട് ആയിക്കോട്ടെ, നമ്മുടെ ബ്ലഡ് ആയിക്കോട്ടെ, ഓരോന്നിലും എത്രത്തോളം പെർസെൻറ്റേജ് ആണ് നമ്മുടെ വാട്ടർ കണ്ടന്റ് ഉള്ളതെന്ന് നിങ്ങൾ നോക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഓർഗനും കൃത്യമായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അത്രയും അളവ് വാട്ടർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മുടെ ലൈഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും നടക്കാതെ വരും അല്ലെ. അത് നമ്മുടെ ലൈഫിനെ തന്നെ എന്ത് ചെയ്യും, ബാധിക്കുകയും ചെയ്യും. ഇതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്, നമ്മളെപ്പോലെ തന്നെയാണ് പ്ലാന്റ്സിന്റെ കാര്യവും. അപ്പൊ പ്ലാന്റ്സിനെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം അല്ലെ, അവർ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്. ഈ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ അല്ലേ, അവിടെ ഡെഫിനറ്റ്ലി അവിടെ വേണ്ടിയിരുന്ന ഒരാളാണ് നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ ഇല്ലെങ്കിൽ പ്ലാന്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി നമുക്കറിയാം നമ്മുടെ പ്ലാന്റ്സിന്റെ റൂട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. വാട്ടർ ആൻഡ് മിനറൽസ്, ഇതാണ് ഇവർ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ ഇവർ അബ്സോർബ് ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന മിനറൽസ്, ലവണങ്ങൾ എന്ന് പറയുന്നത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മുടെ ലീഫിൽ അല്ലെ, പ്ലാന്റ്സിന്റെ ഇലകളിൽ എത്തിക്കാൻ പറ്റണം. അത് പറ്റുന്നത് എങ്ങനെയാണ്, ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ്. ഇനി ഇങ്ങനെ ഇവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഫുഡിനെ പറ്റി നിങ്ങൾ ആലോചിക്കുക. ഈ ഫുഡ് ഇലകളിൽ തന്നെ വെച്ചിരുന്നാൽ മതിയോ, പോരാ അല്ലെ. സോ ടു ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് പ്ലാന്റ്സ്, അതിനും ആര് വേണം, വാട്ടർ വേണം. മറ്റു പാർട്ടിലേക്ക് എത്തിക്കാനും വാട്ടർ വേണം. ഇനി ഓവറോൾ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ട്രീ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അതിനൊരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ. ആ ഒരു ഘടന നിലനിർത്താൻ, ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതും എങ്ങനെയാണ്, ഈ ഒരു പ്ലാന്റ് ബോഡിക്കകത്ത് വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ്. സോ ഓവറോൾ നമ്മൾ പറയുന്ന സമയത്ത് അതിനും എന്താണ്, വാട്ടർ ആവശ്യമാണ്. സോ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, എന്താണ്, ഓൾ ലിവിങ് ബീങ്സ് നീഡ് വാട്ടർ ഫോർ ലൈഫ് ഫങ്ഷൻസ് അല്ലെ. എല്ലാ ജീവനുള്ളതിനും നിങ്ങൾ നോക്കിക്കേ, ആനിമൽസ് ആയിക്കോട്ടെ, ബേർഡ്സ് ആയിക്കോട്ടെ അല്ലെ, ഹ്യൂമൻ ബീങ്സിന്റെ കാര്യം പറയണ്ട അല്ലെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ, ഏതൊരു ജീവനുള്ളവയ്ക്കും എന്ത് വേണം, നമ്മുടെ വാട്ടർ വേണം അല്ലെ. അപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ജലം അഥവാ വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നമുക്കിനി നോക്കാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് അറിയാവുന്നത് തന്നെയാണ്, കുറച്ച് വെള്ളം നമ്മൾ എടുത്തിട്ട് നമ്മൾ അതിനെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാലും അല്ലെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ ഇവിടെ കാണുന്ന രീതിയിൽ കുറേ ഡിഫറെന്റ് ഷേപ്പുള്ള ബോട്ടിൽസ് ഇവിടെ ഉണ്ട് അല്ലെ. ഓരോന്നിലേക്കും ഞാൻ ഈ പറയുന്ന ഗ്ലാസ്സിലെ വാട്ടർ ട്രാൻസ്ഫർ ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഞാൻ ഏത് ബോട്ടിലാണോ ഉള്ളത് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കില്ലേ. കറക്റ്റ് അല്ലേ മിസ് പറഞ്ഞത്? സോ നമുക്ക് പറയാം, വാട്ടറിന് എന്തില്ല, വാട്ടർ ഡസ് നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്, ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ വെസൽ ഇൻ വിച്ച് ഇറ്റ് കണ്ടെയ്ൻ അല്ലെ. അത് എന്തിലാണോ ഉള്ളത്, അത് ഏത് പാത്രത്തിലാണോ ഉള്ളത്, ആ പാത്രത്തിന്റെ ആകൃതി ആയിരിക്കും ആർക്കുണ്ടായിരിക്കുക, നമ്മുടെ വാട്ടർ ഉണ്ടായിരിക്കുക. അല്ലാതെ നമുക്ക് ഒരിക്കലും വാട്ടർ എന്ന് പറയുന്നത് ഇന്ന ഒരു ഷേപ്പിലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെ. അത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി ആണ്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത്, നമ്മൾ വാട്ടറിൽ ചില വസ്തുക്കളൊക്കെ ഇടുന്ന സമയത്ത് അത് എന്ത് ചെയ്യാറുണ്ട്, ഓൺ ദി സ്പോട്ട് അത് മുങ്ങിപ്പോകുന്നത് നമുക്ക് പറ്റാറുണ്ട് അല്ലെ. എന്നാൽ എല്ലാ വസ്തുക്കളും അങ്ങനെയാണോ, ഒരിക്കലും അല്ല. ചില വസ്തുക്കൾ ഇങ്ങനെ എന്ത് ചെയ്ത് കിടക്കും, ഫ്ലോട്ട് ചെയ്ത് കിടക്കും. സോ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റണം, സബ്സ്റ്റൻസ് ദാറ്റ് സിങ്ക് ആൻഡ് ദോസ് ഫ്ലോട്ട് അല്ലെ, മുങ്ങിപ്പോകുന്ന ആളുകളും മുങ്ങിപ്പോവാത്ത ആളുകളും. അപ്പൊ മുങ്ങിപ്പോകുന്ന ആളുകൾ എന്ന് പറയുന്ന സമയത്ത് കോമൺ ആയിട്ട് നമ്മുടെ നമ്മുടെ എക്സ്പെരിമെന്റ് കൂടെയാണിത്. സോ കൃത്യമായിട്ട് ആളുകളെ ഓർത്തു വയ്ക്കാം. മേ ബി നമുക്ക് എക്സാമിന് ഓഡ് വൺ ഔട്ട് ആയിട്ടോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ ഒക്കെ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റണം. സോ കോയിൻ ആയിക്കോട്ടെ, സ്റ്റോൺ ആയിക്കോട്ടെ, അയോൺ നെയിൽ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ വെള്ളത്തിലിടുമ്പോഴേക്കും മുങ്ങിപ്പോകുന്ന ആളുകളാണ് അല്ലേ. സോ നമുക്കതിനെ ആ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് എക്സാമ്പിൾ ആരൊക്കെയാണ്, ഡെൻസിറ്റിയിലെ വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ബലൂൺ ആയിക്കോട്ടെ, വുഡ് പീസ് ആയിക്കോട്ടെ, പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, ലീഫ് ഇല ആയിക്കോട്ടെ, വാക്സ് മെഴുകായിക്കോട്ടെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ്
ഇമ്പോർട്ടന്റ് ആയിട്ട് ഐസ് ആണെങ്കിൽ പോലും എന്താണ് അത് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുക, പൊങ്ങി കിടക്കുകയാണ് ചെയ്യുക. നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ലെമൺ ജ്യൂസ് ഒക്കെ കുടിക്കുന്ന ആളുകളാണ്, ആ ടൈമിൽ ഐസ് അതിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ ആലോചിച്ചാൽ മതി. അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇനി കുറച്ച് വാട്ടറിൽ ആദ്യം ഐസ് ഇട്ട് നോക്കുക, എന്താ സംഭവിക്കാന്നൊന്ന് ഒബ്സർവ് ചെയ്യുക. സോ ഐസിനെ പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് സോലബിൾ ആൻഡ് ഇൻസോലബിൾ സബ്സ്റ്റൻസ് ആണ്. ലയിക്കുന്ന ആളുകളും ലയിക്കാത്ത ആളുകളും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ കുറച്ച് വാട്ടർ എടുക്കുന്നു ഒരു ഗ്ലാസ്സിൽ, നമുക്ക് തോന്നിയ ആളുകളൊക്കെ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളൊക്കെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ വാട്ടറിൽ. എന്നാൽ ചിലർ എന്താവാറില്ല, ഇങ്ങനെ ഡിസോൾവ് ആവാറില്ല. അപ്പൊ ഇതിനനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആളുകളെയൊക്കെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പോവാണ്. സോ അതിനു മുമ്പ് മക്കളെ ഏറ്റവും എന്താണ് ഒരു കിഡിലൻ അല്ലെ, ഒരു അടിപൊളി ഓഫറാണ് മിസ് നിങ്ങളുടെ അടുത്ത് വെക്കുന്നത്. നമ്മുടെ പൃഥ്വി ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, സൈലത്തിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആണ് അല്ലെ. അപ്പൊ പൃഥ്വി ബാച്ചിൽ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ നിങ്ങൾക്ക് ഇതാ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് 10% അല്ലെ 10% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാച്ച് സ്വന്താക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുവരെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ FT10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഓഫർ കിട്ടാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ പറയുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താലും മതി. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓഫറാണ്. സോ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം മക്കൾ ജോയിൻ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഒരു ടാബ്ലറ്റിന്റെ ഓഫർ കൂടെ ഉണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, കുറഞ്ഞ പ്രൈസിൽ ഒരു ടാബ്ലറ്റ് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ പറയുന്ന വീട്ടിൽ ക്ലാസ്സുകളൊക്കെ കാണാനുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്ക് അതുകൂടെ എന്താണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത്രയും കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെച്ചേക്കുക. നമ്മൾ ബാക്ക് ടു ദ പോയിന്റ് അല്ലേ. ചില ആളുകളൊക്കെ എന്ത് ചെയ്യും, വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസോൾവ് ആയി പോകും. ചില ആളുകളൊന്നും ഡിസോൾവ് ആവുന്നില്ല. ഇവിടെ നിങ്ങൾ നോക്കിയേ, ദാ സാൻഡ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്, കൊക്കനട്ട് ഓയിൽ അല്ലെ, വെളിച്ചെണ്ണ കാണുന്നുണ്ട്, കെറോസിൻ കാണുന്നുണ്ട്. ഇതൊക്കെ ഞാനിങ്ങനെ വാട്ടറിലേക്ക് ഇട്ട സമയത്ത് എന്താ സംഭവിക്കുന്നത്, രണ്ട് സെപ്പറേറ്റ് ലെയർ ആയിട്ട് കിടക്കും അല്ലെ. നോക്കി നിങ്ങൾ, സാൻഡ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അല്ലെ, കൊക്കനട്ട് ഓയിൽ കാണുന്നുണ്ട്, കെറോസിൻ കാണുന്നുണ്ട്. അങ്ങനെ മിക്സ് ആയിട്ടില്ല അല്ലെ, അത് തമ്മിൽ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ ഡിസോൾവ് ആയിട്ടൊന്നുമില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ ആളുകളും അങ്ങനെയാണോ? അല്ല, ചില ആളുകളൊക്കെ നമ്മൾ ഇടുമ്പോഴത്തേക്ക് എന്താവുന്നുണ്ട്, ഡിസോൾവ് ആവുന്നുണ്ട്. നമ്മൾ വീട്ടിൽ വരുന്നവർക്ക് എന്ത് കൊടുക്കാറുണ്ട്, ലെമൺ ജ്യൂസ് കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ ലെമൺ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷുഗർ ആഡ് ചെയ്യാറില്ലേ, പഞ്ചസാര ആഡ് ചെയ്യാറില്ലേ. പിന്നെ പഞ്ചസാരയൊന്നും നമ്മൾ അതിൽ കാണാറ് പോലും ഇല്ല, പക്ഷെ കഴിക്കുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടും. വിച്ച് മീൻസ് ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര എന്താവുകയാണ്, അതിനകത്ത് ഡിസോൾവ് ആവുകയാണ്. അപ്പൊ ഡിസോൾവ് ആവുന്ന ആളുകൾക്ക് എക്സാമ്പിൾ ആണ് ഷുഗറും പഞ്ചസാരയും നമ്മൾ പറഞ്ഞു അല്ലെ. അതേപോലെ നമുക്ക് വേറെ ആരൊക്കെ പറയാം, സോൾട്ട് പറയാം അല്ലെ, ഉപ്പ് പറയാം, വിനെഗർ, വിനാഗിരി, അച്ചാറൊക്കെ ഇടുന്ന സമയത്ത് ചേർക്കുന്ന ആളില്ലേ, അയാളെ നമുക്ക് പറയാം. ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം ഉണ്ട്, ഡിറ്റർജന്റ് അല്ലെ, സോപ്പ് പൊടി ഉണ്ട്, കോപ്പർ സൾഫേറ്റ്, തുരിശ്, അതുപോലെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെ. അപ്പൊ ഇവരെ രണ്ടുപേരെ ഒന്ന് ഓർത്തു വെക്കുക. കാരണം ഈ പറഞ്ഞിരിക്കുന്ന കോപ്പർ സൾഫേറ്റും പൊട്ടാസ്യം പെർമാംഗനേറ്റും ഒക്കെ വലിയ ക്ലാസ്സിലൊക്കെ ഇനിയും നമുക്ക് ആവശ്യമുള്ള ആളുകളാണ്. അപ്പൊ ഇവരൊക്കെ ഈ പറഞ്ഞ സോൾട്ട് പോലെ ഷുഗർ പോലെയും തന്നെയാണ്. വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താവും, ഡിസോൾവ് ആവും. അപ്പൊ കോപ്പർ സൾഫേറ്റ് ആവുന്ന സമയത്ത് ഒരു ബ്ലൂ കളറാണ്, നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആവുന്ന സമയത്ത് ഒരു പർപ്പിൾ കളറാണ്. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ആ വാട്ടറിൽ സ്പ്രെഡ് ആവുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലെ. ഇനി ഡിസോൾവ് ആവാത്ത ആളുകളില്ലേ, ഇൻസോലബിൾ ആയിട്ടുള്ള ആളുകളില്ലേ, അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ച് എക്സാമ്പിൾ നമ്മളിപ്പോൾ പഠിച്ചു അല്ലെ. കെറോസിൻ നമ്മൾ കണ്ടു, കോക്കനട്ട് ഓയിൽ നമ്മൾ കണ്ടു, അതുപോലെ വാക്സ് പറയാം, ക്യാംഫർ അല്ലെ, കർപ്പൂരം പറയാം. ഇതൊക്കെ എന്താണ്, ഡിസോൾവ് ആവാത്ത ആളുകളാണ്, ജലത്തിൽ ലയിക്കാത്ത ആളുകളാണെന്ന് ഓർത്ത് വെച്ചേക്കുക മക്കള്. ഓക്കെ, ഇനി ഇതേപോലെ നമ്മൾ പറയേണ്ട അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ വേണ്ട ഒരാളാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രത്യേകത എന്താണ്? യെസ്, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്യാസ് അല്ലെ, അതൊരു വാതകമാണ്. അപ്പൊ ഈ വാതകം, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഈ വാതകം വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ട്, വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടാണ് നമ്മുടെ സോഡ വാട്ടർ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വാതകങ്ങൾ ലയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വാതകങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസോൾവ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് അക്വാട്ടിക് പ്ലാന്റ്സിനും അക്വാട്ടിക് ആനിമൽസിനും ഒക്കെ അവിടെ ജീവിക്കാൻ പറ്റുന്നത് അല്ലെ. ഓക്സിജന്റെ പ്രസൻസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടറിൽ ഡിസോൾവ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് മക്കളെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അവിടെ നിങ്ങൾ നോക്കിയേ, നമ്മളിവിടെ എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്.
ഇവിടെ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട് അല്ലെ. ഞാനിതാ ഇവിടെ വാട്ടർ എടുത്തിട്ടുണ്ട്. വാട്ടറിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് എന്ത് വേണമെങ്കിലും ഷുഗർ എടുക്കാം, സോൾട്ട് എടുക്കാം, ഡിസോൾവ് ആവുന്ന ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ആവണമെന്നേ ഉള്ളൂ. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്തു, ഞാനിവിടെ ഷുഗർ ആഡ് ചെയ്തു അല്ലെ. ഞാനിവിടെ ഷുഗർ ആഡ് ചെയ്തു. അപ്പൊ ഷുഗർ എന്ന് പറയുന്നത് ഞാനൊരു കുറഞ്ഞ ക്വാണ്ടിറ്റിയെ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. ഷുഗർ ആണ് നമ്മുടെ വാട്ടറിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയി പോകുന്ന ആൾ അല്ലെ. അതുകൊണ്ട് തന്നെ ഷുഗറിന് ഞാൻ മറ്റൊരു പേര് വിളിക്കുവാണ്, സൊല്യൂട്ട് അഥവാ എന്താണ്, ലീനം എന്ന് എനിക്ക് ഇതിനെ വിളിക്കാം. സോ ഡിസോൾവ് ആവുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ലയിച്ചു ചേരുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനം അഥവാ സൊല്യൂട്ട്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ ഇതിനെ എടുക്കുന്നുള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആലോചിക്കാം, കുഞ്ഞു പേരല്ലേ, അപ്പൊ കുഞ്ഞളവിൽ എടുത്താൽ മതി. അതേസമയം വാട്ടറിന്റെ പ്രത്യേകത എന്താ അറിയോ, വാട്ടറിന്റെ പേരെന്താ അറിയോ, സോൾവെന്റ് എന്നാണ്. സോൾവെന്റ് അഥവാ ലായകം. നോക്കിയേ, ലീനത്തേക്കാൾ വലുതല്ലേ, സൊല്യൂട്ടിനേക്കാൾ വലുതല്ലേ സോൾവെന്റ്. അപ്പൊ കൂടിയ ക്വാണ്ടിറ്റി ഞാൻ ഇവിടെ എന്തെടുക്കുന്നുണ്ട്, വാട്ടർ എടുക്കുന്നുണ്ട്. സോ കൂടിയ ക്വാണ്ടിറ്റി എടുക്കുന്ന ആളെ ഞാൻ എന്ത് വിളിച്ചു, സോൾവെന്റ് അഥവാ ലായകം എന്ന് വിളിച്ചു. അപ്പൊ ഈ സൊല്യൂട്ടും സോൾവെന്റും ചേർന്നിട്ട് മിസ് ഇവിടെ എഴുതി തരാം, സൊല്യൂട്ട് അല്ലെ. സൊല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ലീനം. അപ്പൊ ലീനവും നമ്മുടെ സോൾവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, ലീനത്തെ ലയിപ്പിക്കുന്നതാണ് ലായകം അല്ലെ. സൊല്യൂട്ട് എന്തിലാണോ ഡിസോൾവ് ആവുന്നത് അതിനെയാണ് നമ്മൾ സോൾവെന്റ് എന്ന് വിളിക്കുന്നത്. രണ്ടും കൂടെ ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടുമോടാ, സൊല്യൂഷൻ കിട്ടും. നമുക്ക് മലയാളത്തിലാണെങ്കിൽ നമ്മൾ ലായനി എന്ന് എഴുതും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ എന്റെ മക്കൾ ഓർത്തു വയ്ക്കുക. ഓരോ സൊല്യൂഷൻ കിട്ടുമ്പോഴും അതിനകത്ത് രണ്ട് കമ്പോണന്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരണം. അത് വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അപ്പൊ ഇപ്പൊ പറഞ്ഞ ഡെഫിനിഷൻ വെച്ചിട്ട് നമ്മൾ പറയുവാണെങ്കിൽ എന്ത് പറയാം, നമുക്ക് ലയിക്കുന്ന വസ്തുവാണ് ലീനം അല്ലെ. സബ്സ്റ്റൻസ് വിച്ച് ഡിസോൾവ്സ് ഈസ് കോൾഡ് സൊല്യൂട്ട് ആൻഡ് എ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ദ സൊല്യൂട്ട് ഡിസോൾവ്സ് ഈസ് കോൾഡ് സോൾവെന്റ്. എന്തിലാണോ ഈ ലീനം ലയിക്കുന്നത് അതിനെ നമ്മൾ ലായകം എന്ന് വിളിക്കും. രണ്ടും കൂടെ ചേർന്നാൽ പിന്നെ എന്താണ്, സൊല്യൂഷൻ അഥവാ ലായനിയാണ് അല്ലെ. അപ്പൊ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എഴുതാൻ പറ്റണം ഇവരെയൊക്കെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു, പഞ്ചസാര അവിടുത്തെ സൊല്യൂട്ട് ലീനമാണ്, വാട്ടർ ആണ് അവിടുത്തെ സോൾവെന്റ് അല്ലെ, ലായകം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ സോൾട്ട് സൊല്യൂഷൻ, ഉപ്പ് വെള്ളം ചോദിച്ചു കഴിഞ്ഞാലോ മക്കൾ പറഞ്ഞു നോക്കുക കേട്ടോ. യെസ്, നമുക്കറിയാം സോൾട്ട്, ഉപ്പാണ് അവിടുത്തെ സൊല്യൂട്ട്, ലീനം എന്ന് പറയുന്നത് കുറഞ്ഞ അളവിൽ എടുക്കുന്ന ആളല്ലേ. അതേസമയം അവിടുത്തെ വാട്ടർ, ജലമാണ് എന്താ, സോൾവെന്റ് അഥവാ ലായകം എന്ന് പറയുന്നത്. ഇനി സോഡ വാട്ടറിന്റെ കാര്യം മറക്കരുത്. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിലാണ് അല്ലെ ഡിസോൾവ് ആവുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടുത്തെ സൊല്യൂട്ട് അഥവാ ലീൻ എന്ന് പറയുന്നത്. എന്തിലാണ്, വാട്ടറിലാണ്. സോ വാട്ടർ ആണ് അവിടുത്തെ എന്താ, സോൾവെന്റ് അഥവാ ലായകം എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഇതാ നോക്കിയോ, ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി അഥവാ പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി എങ്ങനെയായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ടാണ്. ഇനി കോപ്പർ സൾഫേറ്റ് ലായനിയാണ് ചോദിച്ചതെങ്കിലോ, തുരിശ് ലായനിയാണ് ചോദിച്ചതെങ്കിലോ, കോപ്പർ സൾഫേറ്റ് ആയിരിക്കും അവിടുത്തെ സൊല്യൂട്ട് അഥവാ ലീൻ എന്ന് പറയുന്നത്. അത് എന്തിലാ ഡിസോൾവ് ആവുന്നത്, അത് വാട്ടറിലാണ് അല്ലെ, അത് ജലത്തിലാണ് ഡിസോൾവ് ആവുന്നത്. സോ അതാണ് അവിടുത്തെ സോൾവെന്റ് അഥവാ ലായകം എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് മിസ്. സോ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. എന്റെ മക്കൾ ഈ ഒരു കാര്യം മറക്കരുത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരുപാട് വസ്തുക്കളെ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വാട്ടറിന് മറ്റൊരു പേരുണ്ട്, എന്താണ്, യൂണിവേഴ്സൽ സോൾവെന്റ്, സാർവിക ലായകം എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഒരുപാട് വസ്തുക്കളെയൊക്കെ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്ന ആളായത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയേ, 3 സ്റ്റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. നമ്മുടെ മാറ്ററിന്റെ 3 സ്റ്റേറ്റ്, വാട്ടർ എന്ന് പറയുന്നത് വാട്ടറിന്റെ ഒരു പ്രത്യേകതയാണ്. 3 സ്റ്റേറ്റിലും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്, ഇവിടെ ഇതാ നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, നെക്സ്റ്റ് നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ് അല്ലെ, ഗ്യാസ് എന്ന് മിസ് എഴുതിയിട്ടുണ്ട്. സോ ഖരാവസ്ഥയുണ്ട്, ദ്രാവകമുണ്ട്, അതുപോലെ ഗ്യാസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ വാതകാവസ്ഥയാണ് അല്ലെ. അപ്പൊ വാട്ടറിന്റെ പ്രത്യേകത ഈ 3 അവസ്ഥകളും ഏതൊക്കെയാണ്, ഐസാണ് നമ്മളുടെ എന്ത്, സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഖരാവസ്ഥ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ് ദ്രാവകാവസ്ഥയാണ് അല്ലെ, ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ആൻഡ് ഇതെന്താടാ സംഭവം, ഈ ഒരു പാത്രത്തിൽ മിസ് എന്താ ഉദ്ദേശിച്ച്, നമ്മുടെ വാട്ടർ വേപ്പർ ആണ് അല്ലെ. മുകളിലേക്ക് പോകുന്നത് ആരാണ്, നമ്മുടെ വാട്ടർ വേപ്പർ അല്ലെങ്കിൽ സ്റ്റീം അല്ലെ, നീരാവിയാണ് അല്ലെ, നീരാവിയാണ്. നമുക്ക് കൃത്യമായിട്ട് ഓർത്ത് വെച്ചൂടെ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കുറച്ച് ഐസ് എടുത്തിട്ട് ഞാൻ പുറത്തു വെച്ചാലോ അല്ലെങ്കിൽ അതിന് കുറച്ച് ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലോ എന്താ സംഭവിക്കുക, അത് അപ്പം തന്നെ എന്തായിട്ട് മാറും, ലിക്വിഡ് ആവാൻ തുടങ്ങും, മെൽറ്റ് ആവാൻ തുടങ്ങും അല്ലെ. അതായത് ഖരാവസ്ഥയിൽ നിന്ന്, സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡിലേക്ക് പോകുന്നു. വീണ്ടും ഞാൻ അതിനെ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വാട്ടർ വേപ്പറായിട്ട് മാറുന്നുണ്ട്. ഇത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി നിങ്ങൾ ആലോചിക്കുക, നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു,
എന്ത് ചെയ്തു, കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളിങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ട് അല്ലേ, വാട്ടർ വേപ്പർ അഥവാ നീരാവി ഇങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ട്. നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ടൊരു ലിഡ് വെച്ച് അത് അടച്ചു വെച്ചു. ഈ അടപ്പ് ഞാൻ കുറേ സമയം കഴിഞ്ഞിട്ട് അല്ലേ തണുത്തു കേട്ടോ, തണുക്കാനൊക്കെ അനുവദിച്ച് രാത്രിയൊക്കെ ആയി, ഉച്ചയ്ക്കാ വെച്ചത്. ഞാൻ നോക്കുന്ന സമയത്ത് ആ ലിഡ് പൊന്തിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും, അവിടെയൊക്കെ എനിക്കിതാ കുഞ്ഞു കുഞ്ഞ് ഈ പിക്ചറിൽ കാണുന്ന പോലെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അല്ലേ, കുഞ്ഞു കുഞ്ഞ് വെള്ളത്തുള്ളികൾ എനിക്ക് കാണാൻ സാധിക്കുന്നില്ലേ. ഇതൊക്കെ എവിടുന്നാ വന്നത്, ഇത്രയും വെള്ളത്തുള്ളികളൊക്കെ എനിക്ക് എവിടുന്നാ കിട്ടിയിരിക്കുന്നേ, എന്താ സംഭവം, മാജിക് ആണോ? അല്ല, നമ്മുടെ വെള്ളത്തിന്റെ നമ്മുടെ വാട്ടറിന് ഈ പറയുന്ന പോലെ അതിന്റെ സ്റ്റേറ്റ് അതിന്റെ അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റും അല്ലേ. അപ്പൊ നീരാവി നമ്മുടെ വാട്ടർ വേപ്പർ തണുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവുന്നുണ്ട്, ഇറ്റ് ചേഞ്ചസ് ഇൻ ടു വാട്ടർ, അത് തിരിച്ച് ദ്രാവകാവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് തണുക്കുന്ന സമയത്ത്. അങ്ങനെയാണ് ഈ ആവിയൊക്കെ പോയിട്ട് തണുക്കുമ്പോഴാണ് എന്താവുന്നത്, നമ്മുടെ വെള്ളത്തുള്ളികളായിട്ട് ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പൊ കൃത്യമായിട്ട് ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ അലക്കിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലേ തുണിയൊക്കെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വിരിച്ചിടാറില്ലേ. അപ്പൊ നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ള ദിവസമാണെങ്കിൽ, നല്ല വെയിലല്ലേ, നല്ല ടെമ്പറേച്ചർ ആണ് പുറത്തെങ്കിൽ, നമുക്കറിയാം നമ്മൾ വിരിച്ചിരിക്കുന്ന ഡ്രസ്സൊക്കെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടാറുണ്ട്. അവിടെ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നുണ്ടാവുക, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? യെസ്, അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഉള്ളത് അല്ലേ. ഏത് പ്രോസസ്സാണ്, നമ്മുടെ വേപ്പറൈസേഷൻ അഥവാ എന്താണ്, ബാഷ്പീകരണം. എന്താ സംഭവം, ഒരു ദ്രാവകം ഒരു ലിക്വിഡ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു, അതിന്റെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക്, അതിന്റെ വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രോസസ്സാണ് വേപ്പറൈസേഷൻ അഥവാ ബാഷ്പീകരണം എന്ന് പറയുന്നത്. നോർമൽ ടെമ്പറേച്ചറിൽ എല്ലാ സ്ഥലത്തും നടക്കുന്ന ഒരു ഫിനോമിനൻ, ഒരു പ്രതിഭാസമാണിത് അല്ലേ, ഒരു പ്രക്രിയയാണിത്. അപ്പൊ നമ്മുടെ ജലം എന്താവുന്നു, ജലത്തിന്റെ ബാഷ്പമാവുന്നു, ദാറ്റ് ഈസ് ബാഷ്പീകരണം അല്ലേ. വാട്ടർ വേപ്പർ ആവുന്നു, വേപ്പറൈസേഷൻ പേര് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്, എന്താണെന്നറിയാവോ, യെസ്, നമ്മുടെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം സ്പീഡായിട്ട് നടക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എല്ലായിടത്തും ഇത് നടക്കുന്നുണ്ട്. നമ്മൾ ചുമ്മാ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നിങ്ങൾ തുറസായിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പൺ ഏരിയയിൽ വെച്ച് നോക്കുക, 2-3 ദിവസം കഴിഞ്ഞ് നിങ്ങൾ നോക്കുന്ന സമയത്ത് വാട്ടറിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താ, ആ സർഫസിലുള്ള വാട്ടർ വേപ്പറായിട്ട് ജലബാഷ്പമായിട്ട് മാറിയില്ലേ. എന്നാൽ ഇതേ സാധനം, ഇതേ വാട്ടർ നിങ്ങൾ കുറച്ചെടുത്തിട്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കി നോക്കിയേ, അവിടെ നിങ്ങൾ എന്ത് ചെയ്യും, ഈ 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യണോ, വേണ്ട. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വാട്ടർ, നമ്മുടെ വെള്ളം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടാവും. ലാസ്റ്റ് നമ്മൾ വറ്റിപ്പോയി എന്നൊക്കെ പറയും. എന്താ സംഭവം, കംപ്ലീറ്റ് എന്താവും, വേപ്പറായിട്ട് മാറും അല്ലേ, ബാഷ്പീകരണം നടക്കും. സോ ടെമ്പറേച്ചർ കൂടി, അവിടെ നമ്മൾ ചൂടാക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടി. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ വിരിച്ചിടുന്നത് അല്ലേ, നമ്മുടെ ഡ്രസ്സിന്റെ അവസ്ഥയും എന്താണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഡ്രസ്സൊക്കെ വിരിച്ചിരിക്കുന്ന സമയത്ത് നല്ല വെയിലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, നല്ല ടെമ്പറേച്ചർ ഉണ്ട് അല്ലേ. അപ്പൊ ആ ടെമ്പറേച്ചറിൽ ഈ വാട്ടർ, അതായത് നമ്മുടെ ഡ്രസ്സിലൊക്കെ വാട്ടർ കണ്ടന്റ് ഉണ്ട്, നനഞ്ഞിരിക്കുമല്ലേ, അതൊക്കെ എന്താവും, വാട്ടർ വേപ്പറായിട്ട് ജലബാഷ്പമായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പോവും, അന്തരീക്ഷത്തിലേക്ക് പോവും. അതേസമയം നല്ല വെയിലില്ലാത്തൊരു ദിവസമാണെങ്കിലോ, അപ്പോഴും നമ്മുടെ ഡ്രസ്സ് ഡ്രൈ ആവുന്നുണ്ട്, ഉണങ്ങി കിട്ടുന്നുണ്ട്, പക്ഷെ സമയം കൊടുക്കും. കണ്ടോ നിങ്ങൾ. അപ്പൊ അതാണ് മക്കൾ മനസ്സിലാക്കേണ്ടത്. സോ ഈ 3 സ്റ്റേറ്റും മാറി മാറി വരുന്നുണ്ട്. 3 സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യുന്ന ആളാണ് നമ്മുടെ വാട്ടർ അഥവാ ജലം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ജലത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് ഇതാ ഇവിടെ നിങ്ങൾ കാണുന്നത്. നമ്മൾ ഈ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ വാർപ്പിന്റെ ഒക്കെ പണി, അല്ലെങ്കിൽ വീടിന്റെ ഒക്കെ പണി നടക്കുന്ന സമയത്ത് ജനലൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവരൊരു ട്യൂബ് വെച്ചിട്ട് ഇങ്ങനെ അളക്കുന്നത്, അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. എന്തിനാണ്, വെള്ളത്തിന്റെ 2 അളവും ഈക്വൽ ആണോ എന്ന് നോക്കൂ അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ, യെസ്, നമ്മുടെ വാട്ടറിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇതാ ഇവിടെ നിങ്ങൾ കണ്ടോ, ഒരു 3 ജാർ എടുത്തിട്ടുണ്ട് അല്ലെ. 3 സൈസാണ്, ഡിഫറെന്റ് സൈസാണ്. അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കുഞ്ഞ് പൈപ്പ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ജാറിൽ ഏതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും ആ വെള്ളം എന്ത് ചെയ്യാൻ തുടങ്ങും, ഈക്വൽ ആയിട്ട് അല്ലെ, ഈക്വൽ ആയിട്ട്. അതായത് ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി അല്ല മക്കളെ, പക്ഷെ ലെവൽ അല്ലെ, ഒരേ ലെവൽ, ഒരു സ്കെയിൽ വെച്ചാൽ എങ്ങനെയുണ്ടോ അതേപോലെ ആയിരിക്കും ഈ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ടാവുക, പോയി നിൽക്കുന്നുണ്ടാവുക. സോ നമുക്ക് പറയാം, ജലത്തിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, വാട്ടർ മെയിൻറ്റെയിൻ ഇറ്റ്സ് ലെവൽ അല്ലെ. ജലം എപ്പോഴും എന്ത് ചെയ്യും, വിധാനം പാലിക്കുന്നുണ്ട്. ആ ഒരു ലെവലിൽ അല്ലാതെ ഒന്നിൽ കുറച്ച് കൂടിയിട്ട്, എന്നാൽ എൻ്റെ ജാർ ഇത്തിരി വലുതല്ലേ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ആയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെത് ചെറുതല്ലേ ഞാൻ എൻ്റെ വെള്ളം പൊന്തിപ്പോയി, അങ്ങനെ ഒന്നുമില്ല. ഈക്വൽ ആയിട്ട് അല്ലെ, ഈക്വൽ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി അല്ല, ഈക്വൽ ലെവലിലായിട്ടാണ് എന്ത് നിൽക്കുക, വാട്ടർ നിൽക്കുക. അതായത് സ്കെയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ നമുക്ക് കിട്ടും അല്ലെ. സോ അതിനെയാണ് നമ്മൾ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ജലം വിധാനം പാലിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെ എന്താണ്,
വാട്ടറിന്റെ കുറെ പ്രോപ്പർട്ടീസ് ആണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണ് വാട്ടർ പൊല്യൂഷൻ അഥവാ ജലമലിനീകരണം എന്ന് പറയുന്നത്. പല രീതിയിൽ വാട്ടർ ഇന്ന് എന്താവുകയാണ്, പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന നമുക്ക് എന്താണ് ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റ്, ഹോട്ടലിൽ നിന്നുള്ള വേസ്റ്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്സ്, ഡിറ്റർജന്റ് അല്ലെ, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നത്, ഒരുപാട് റീസൺസ് നമുക്ക് പറയാൻ പറ്റും. ഈ പൊല്യൂട്ടഡ് ആവുന്നത് കൂടാതെ തന്നെ നമുക്ക് കിട്ടുന്ന കുറച്ച് ഫ്രഷ് വാട്ടർ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്താക്കുകയും ചെയ്യും, നമ്മൾ അങ്ങ് പാഴാക്കി കളയുകയും ചെയ്യും അല്ലെ. അല്ലാതെ നമുക്ക് ഈ വാട്ടർ കൺസേർവ് ചെയ്യണം, വാട്ടർ നമ്മൾ കളയരുത് എന്നുള്ളൊരു ചിന്തയൊന്നും നമ്മളെ ഹ്യൂമൻ ബീങ്സിന് ആർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഉണ്ടാവുന്നുണ്ട്, പല സമയങ്ങളിലും വെള്ളത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നുണ്ട്. മഴ പെയ്തിട്ട് ഫ്ലഡ് ഉണ്ടാവുന്ന ഒരു നാട്ടില് മഴ പെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുകയാണ്, ഈ പറയുന്ന രീതിയിൽ നമുക്ക് വരൾച്ച അനുഭവപ്പെടുവാണ് അല്ലെ. സോ അവിടെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വരുന്നത്, വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ് അഥവാ എന്താണ്, ജലസംരക്ഷണ മാർഗങ്ങൾ. അപ്പോൾ വെള്ളം സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം പൈപ്പ് ഓഫ് ചെയ്യുന്ന കാര്യവും അല്ലെ, നമ്മൾ പല്ല് തേക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും ചുമ്മാ വാഹനം കഴുകുന്ന സമയത്ത് ഒരുപാട് വെള്ളം കളയരുത് എന്നൊക്കെ നമ്മൾ പറയും. അതിനൊക്കെ അപ്പുറത്തേക്ക് സയന്റിഫിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ടർ കൺസർവേഷൻ മെത്തേഡ് അല്ലെ, ജലസംരക്ഷണ മാർഗങ്ങൾ. അപ്പൊ ഏതെങ്കിലും ജലസംരക്ഷണ മാർഗങ്ങളുടെ പേരൊക്കെ എഴുതാൻ ചിലപ്പോൾ നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കും. അപ്പൊ എന്തൊക്കെ നമുക്ക് പറയാം, റെയിൻ ഹാർവെസ്റ്റിംഗ് പിറ്റ് അല്ലെ, മഴക്കുഴികൾ നിർമ്മിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ? നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പെയ്യണ മഴ എന്ത് ചെയ്യാണ്, ഏർത്തിലേക്ക്, ഭൂമിയിലേക്ക്, മണ്ണിലേക്ക് പോവാതെ ഒലിച്ചൊലിച്ചു പോവാണ് അല്ലെ. അത് തടയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പിറ്റുകൾ അല്ലെ, റെയിൻ ഹാർവെസ്റ്റിംഗ് പിറ്റ്, മഴക്കുഴികൾ നിർമ്മിക്കുന്നു. പെയ്യുന്ന മഴ അവിടെ നിന്നിട്ട് കുറച്ച് സമയം നിൽക്കുമ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങും, അതിങ്ങനെ സോയിലേക്ക് ഇറങ്ങി ചെല്ലാൻ തുടങ്ങും. ഇതേ സംഭവമാണ് മഡ് വാൾസ്, കയ്യാല കെട്ടുന്ന സമയത്ത് സംഭവിക്കുന്നത്. വെള്ളം എന്ത് ചെയ്യുന്നില്ല, ഒലിച്ചു പോണതിന് പകരം ഒന്ന് ബ്ലോക്ക് ചെയ്യും, അതെന്ത് ചെയ്യും, നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലും അല്ലെ. ഇനി സ്ലോപ്പിംഗ് ലാൻഡ് കട്ട് ഇൻ ടു ഡിഫറെന്റ് ലെയേഴ്സ്. എന്താ സംഭവം, ഒരു ചരിഞ്ഞ പ്രതലമാണെങ്കിൽ, പ്രത്യേകിച്ച് ഫാമേഴ്സ് ഒക്കെ എപ്പോഴും ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ചരിഞ്ഞ ഭൂമിയൊക്കെ ആണെങ്കിൽ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചു പോവും. അത് തടയാനായിട്ട് എന്ത് ചെയ്യും, അതിനെ ഇങ്ങനെ ഈ കാണുന്ന ചിത്രത്തിലുള്ളത് പോലെ തട്ടുകളാക്കി തിരിക്കും. അപ്പോൾ ഒരു തട്ടിൽ വെള്ളം നിന്ന് ആ വെള്ളം താഴേക്ക് ഇറങ്ങുന്നത് നിങ്ങളൊന്ന് അസ്യൂം ചെയ്ത് നോക്കി. ആ രീതിയിൽ നമുക്ക് വെള്ളം എന്ത് ചെയ്യാം, കൺസേർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ വാട്ടർ കൺസേർവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബക്കറ്റിൽ പിടിച്ചു വെക്കുന്നതല്ല അല്ലെ, നമ്മുടെ എർത്തിൽ, നമ്മുടെ ഭൂമിയിൽ നമ്മൾ അതിനെ കൺസേർവ് ചെയ്ത് നിർത്തുവാണ്. ഇനി ബേസിൻസ് ആണ്. ബേസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ കണ്ടിട്ടുണ്ടാവും തെങ്ങിന്റെ തട എടുക്കുന്നതൊക്കെ. ഇപ്പൊ വളമിടാനൊക്കെ വേണ്ടിയിട്ടാണിത് അല്ലെ. അപ്പൊ വളമിടാൻ വേണ്ടി മാത്രമല്ല, വെള്ളത്തിന്റെ കാര്യത്തിലും ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു സമയത്തും സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, വെള്ളം അവിടെ കെട്ടി നിന്നിട്ട് കുറച്ച് എന്ത് ചെയ്യും, മണ്ണിലേക്ക് ഇറങ്ങുന്നുണ്ട് അല്ലെ. ഇതൊക്കെയാണ് നമ്മുടെ വാട്ടർ റിസോഴ്സിലൊക്കെ എന്ത് ചെയ്യുന്നത്, ചെന്നെത്തുന്നത്. ഇനി മറ്റൊരു പോയിന്റ് നോക്കുക, സിൽപോളിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്. ഇതൊരു വാട്ടർ സ്റ്റോറേജ് ടാങ്ക് ആണ്. പേരിലുള്ളത് പോലെ തന്നെ നമ്മൾ ഇതാ ഒരു കുഴി എടുത്തിട്ട് ഷീറ്റൊക്കെ വിരിച്ചിട്ട് അതിനകത്ത് നമുക്ക് മഴവെള്ളം, റെയിൻ വാട്ടർ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിന് പറ്റില്ല, പക്ഷെ ഫാമിങ്ങിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം അല്ലെ. നമുക്ക് ചെടികൾ നനയ്ക്കാനൊക്കെ നമുക്ക് ചെടികൾ നനയ്ക്കാനൊക്കെ ഈ ഒരു വാട്ടർ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇനി അടുത്തൊരെണ്ണമാണ് നമ്മളെ ചെക്ക് ഡാം അല്ലെ, തടയണ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാണ്, തടഞ്ഞു നിർത്തിയിട്ട്, ആ പേര് തന്നെ ഉണ്ട് അല്ലെ, ചെക്ക് ഡാം ആണ്, തടയണയാണ്. തടഞ്ഞു നിർത്തിയിട്ട് ആ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി വളരെ കോമൺ ആയിട്ടുള്ള രണ്ട് മെത്തേഡാണ് റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് അല്ലെ, മഴവെള്ള സംഭരണി. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. മിക്ക സ്കൂളുകളിലും ഇന്ന് ജലസംഭരണികൾ ഉണ്ട് അല്ലെ, മഴവെള്ള സംഭരണികളുണ്ട്. അപ്പൊ എന്താണ്, മഴവെള്ളത്തിനെ സംഭരിച്ചിട്ട് ആ വെള്ളം നമ്മൾ എന്ത് ചെയ്യുന്നു, പല രീതിയിൽ ഉപയോഗിക്കുന്നു. അടുത്തത് റെയിൻ വാട്ടർ ഇൻ ടു വെൽസ്, മഴവെള്ളം കിണറിലേക്ക്. എന്താ സംഭവം, നമ്മുടെ വെൽ റീചാർജിങ് അല്ലെ, കിണർ റീചാർജിങ് എന്ന് പറയുന്ന പദ്ധതിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. മഴവെള്ളത്തിനെ നമ്മൾ ശുദ്ധീകരിച്ചിട്ട് നമ്മുടെ എന്ത് ചെയ്യാണ്, നമ്മുടെ കിണറുകളിലേക്ക് അല്ലെ, നമ്മുടെ കിണറുകളിലേക്ക് ഈ പെയ്യുന്ന വെള്ളത്തിനെയൊക്കെ ശുദ്ധീകരിച്ചിട്ട് നമ്മൾ കിണറുകളിലേക്ക് നമ്മൾ എത്തിക്കുന്നു. നമുക്കത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു, യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പൊ ഇത്രയും എന്താണ് വാട്ടർ കൺസർവേഷൻ മെത്തേഡ്, നമ്മുടെ ജലസംരക്ഷണ മാർഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് മാത്രമല്ല നമ്മുടെ ലൈഫിലും നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ടർ, ജലം എന്ന് പറയുന്നത് എന്താണ്, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ആളാണ് അല്ലെ, മൂല്യമാണ്. അത് നമ്മൾ ഒരിക്കലും പാഴാക്കാൻ പാടില്ല. സോ അതിനെ കൺസേർവ് ചെയ്തുകൊണ്ട് ജലത്തിന്റെ പ്രോപ്പർട്ടികളൊക്കെ കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ലൈവ് ക്ലാസ്സുകളുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കരുത്. കൃത്യമായിട്ട് കൃത്യസമയത്ത് ലൈവ് ക്ലാസ്സുകളൊക്കെ മക്കൾ അറ്റൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഓണം എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതിയെടുക്കാനായിട്ട് പറ്റൂ. സോ വീണ്ടും കാണാടാ എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.